ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ അത് നല്ല ഗോതമ്പ് ദോശയാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് മാവില്ലേ, അതിൻ്റെ ദോശയാണ് കേട്ടോ. ദോശയും ഉരുളൻകിഴങ്ങ് കറിയായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് അരി അടുപ്പിടണം, കാരണം മോൾക്കും ചോറ് കൊണ്ടുപോകണം, ഏട്ടനൊക്കെ ചോറ് കൊണ്ടുപോകല്ലേ. അപ്പോൾ രാവിലെ എണീറ്റ് അടുപ്പ് കത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. നനവൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര പാടാണ് കത്താൻ. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ കുഞ്ഞുവാവ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചൻ്റെ അവിടെ ഒരു കൊച്ചു കസേര ഞാൻ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി ഇരിപ്പുണ്ട്. അപ്പം എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്ത് ഞാനും വിചാരിച്ചു ഒരു ദോശ കഴിക്കാമെന്ന് വിചാരിച്ച് എടുത്തപ്പോഴത്തേക്ക് എല്ലാ വീടുകളിലും ഉള്ളതായിരിക്കും, നമ്മൾ അമ്മമാർ കഴിക്കെടുക്കുമ്പോൾ കുഞ്ഞുവാവകൾക്ക് വന്ന് നമ്മുടെ ദോശ എടുത്തോണ്ട് കേട്ടോ നമ്മുടെ പാത്രത്തിൽ കൈയിടുക എന്നുള്ളത്. അപ്പം അതുമൊക്കെ കഴിഞ്ഞ് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ അടുപ്പ് നമ്മുടെ കത്തി വന്നിട്ടുണ്ട്, ചിരട്ടയൊക്കെ കത്തി പിടിച്ച് അടുപ്പ് നല്ല രീതിക്ക് കത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളം അടുപ്പിട്ട് കേട്ടോ. പിന്നെ ഏട്ടൻ തലേന്ന് മീൻ മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പം മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മീൻ വറുക്കാനുണ്ട്, അതെടുത്ത് വറുക്കാം. അത് ഈ മിക്സ്ചർ മീനോ അങ്ങനെ എന്തോ പറഞ്ഞു, എല്ലാ മീനും കൂടി മിക്സ് ആയിട്ടുള്ളത്. അപ്പം അത് കുറച്ച് വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ വെളുത്തുള്ളിയും ചതച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സായിട്ട് നമ്മുടെ മീനും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് വറുക്കാനെടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. കൊണ്ടുവന്ന് കൂടുതലൊരു വലിയ മീനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് നിനക്കായിട്ട് മേടിച്ചതെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നേ. പക്ഷേ ഞാനത് ഞാനെടുത്തിട്ട് മീൻ നോക്കി ഏട്ടനെ ഞാൻ എടുത്ത് നല്ല മസാലയൊക്കെ പുരട്ടിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. രാത്രി വരുമ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അത്യാവശ്യം നല്ല വലിയ മീനായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം നമ്മളിപ്പോൾ മീൻ മേടിക്കുന്ന തന്നെ നമുക്ക് മഴയും മറ്റേ ഷിപ്പൊക്കെ മുങ്ങിയതിൻ്റെ ഇത് കാരണം മീനൊന്നും കിട്ടുന്നില്ലായിരുന്നല്ലോ. അപ്പം മീൻ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ആശ്വാസം കേട്ടോ. നമുക്ക് പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മീനൊന്നും ഇല്ലെങ്കിൽ അവർ കഴിക്കത്തുമില്ല. പിന്നെ കുറച്ച് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. അവിയലെന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല. ഒരു പച്ചക്കായ ഉണ്ടായിരുന്നു, ഒരു 2-3 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, പിന്നെ 2 സവാളയും കൂടി അരിഞ്ഞിട്ട് ഞാനൊരു അവിയൽ പോലെ ഇങ്ങനെ വെച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കൂട്ട് കറികൾ വെക്കുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ഒത്തിരി പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് അവിയലൊക്കെ വെച്ച് കഴിഞ്ഞാലും വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റും നമുക്ക് തികയാതെ വരും. ഇന്നലെ തന്നെ കഴിക്കാത്ത എൻ്റെ മോള് അവിയൽ കഴിക്കാത്തവള്, അവൾ ഇന്നലെ അവിയൽ വേണമെന്ന് വാശി പിടിച്ചെടുത്തു. അപ്പം അങ്ങനെ കുറച്ചൊക്കെ ഇട്ടിങ്ങനെ ഒരു സവാള അത് ഇതൊക്കെ ഇട്ടിങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അവിയൽ അവിടെ നിന്ന് റെഡിയാവുന്ന നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ അടുപ്പിൽ ഫിഷും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. എപ്പം വേണമെങ്കിലും കുഞ്ഞുവാ വന്ന് ശല്യം ചെയ്യാട്ടോ. ഇപ്പം തന്നെ ഒരു ഒത്തിരി പ്രാവശ്യം കൊണ്ടേ വന്നിട്ട് എൻ്റെ ഫോൺ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കുക. അതാണ് എണ്ണയിലോട്ട് വന്ന് വീഴുമെന്നുള്ള പേടി കാരണം ഞാൻ അവൾ വരുന്ന ഉടനെ സ്റ്റാൻഡ് എടുത്ത് മാറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് കേട്ടോ. അവൾ കുഞ്ഞുവാവല്ലേ, പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ, മോളെ കുലുക്കരുത് എടുക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം അവൾ വന്നിട്ട് ആ സ്റ്റാൻഡിൻ്റെ ചുറ്റും കിടന്ന് ഓടുകയൊക്കെ ചെയ്യും. അപ്പം ഫോണ് വീണ് കഴിഞ്ഞാൽ തീർന്നില്ലേ. ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ട് ഇതുവരെ അത് മാറിയിട്ടില്ല. അപ്പം ഇനി ഉള്ളത് ഈ ഒരു ഫോണാണ്. അപ്പോൾ അതും കൂടി പോയാൽ തീർന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ നിൽക്കാത്തത്. വീഡിയോ എടുക്കാനായിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൾ വരുമ്പോൾ പിന്നെ ആ സ്റ്റാൻഡിൽ നിന്ന് എടുക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ പോലും ഇടാൻ ഒരു മടി. അപ്പം നമ്മുടെ ആ നേരം കൊണ്ട് ഫിഷൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ മീൻ. ഞാൻ സാധാരണ അങ്ങനെ ഇങ്ങനത്തെ ഈ മിക്സഡ് മീൻ കഴിക്കത്തില്ല, നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ ആ മീനിൻ്റെ തല നല്ല ഇതുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ തല തന്നെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും കറിയും ഇതെല്ലാം റെഡിയായി. പിന്നെ ഏട്ടനുള്ള ചോറ് പൊതിഞ്ഞ് കൊടുത്തു വിട്ടു. ചോറിനകത്ത് പ്രത്യേകിച്ച് പറയണല്ലോ, നമ്മുടെ ചോറും അവിയലും നമ്മളിന്ന് വെച്ച മീൻ കറി ഇതെല്ലാം കൂടെ ആയിട്ട് പൊതിഞ്ഞ് കൊടുത്തു വിട്ടു. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. ലോങ് വീഡിയോ എടുക്കാനൊന്നും മോളെയും കൊണ്ട് പറ്റത്തില്ല. ഇത് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് ഇതിനിടയ്ക്കത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്, പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കുഞ്ഞുവാവയും വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും വേണം. ഇവിടെ ഞാനും വാവയിലേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.